DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജനജീവിതവുമായി ഏറെ ബന്ധപ്പെട്ട് കിടക്കുന്ന പോസ്റ്റ് ഓഫീസുകളിൽ അടിമുടി മാറ്റങ്ങളാണ് കാലോചിതമായി ഇപ്പോൾ വന്നിരിക്കുന്നത്. തപാൽ വിതരണത്തിലൊക്കെ വൻ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. ഇനി മുതൽ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും വിതരണത്തിനുള്ള പോസ്റ്റ്മാൻമാർ ഉണ്ടാകില്ല. പകരം ജീവനക്കാരെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്നും തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്ന രീതിയാണ്. തപാൽ അയക്കുന്ന ആളിന്റെയും സ്വീകരിക്കുന്ന ആളിന്റെയും മൊബൈൽ നമ്പർ നൽകണം. രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പാഴ്സലും ഇനി നിങ്ങളുടെ വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം. പോസ്റ്റ്മാൻ വീട്ടിലെത്തി കൊണ്ടുപോയിക്കോളും. അതുപോലെ പോസ്റ്റ് ഓഫീസുകളിൽ ഗൂഗിൾ പേ, ഫോൺ പേ തുടങ്ങിയ UPI ആപ്പുകൾ വഴിയും ട്രാൻസാക്ഷൻ നടത്തുവാൻ അനുവദിക്കുകയാണ്. തപാൽ ഓഫീസിന്റെ പുതിയ മാറ്റങ്ങളുടെ വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക. പുതുതായി വന്നിരിക്കുന്ന മാറ്റങ്ങൾ പ്രകാരം ഇനി പൊതുജനങ്ങൾക്ക് രജിസ്ട്രേഡ് തപാലും സ്പീഡ് പോസ്റ്റും പാഴ്സലും ഇനി വീട്ടിലിരുന്ന് ബുക്ക് ചെയ്യാം. തപാൽ വകുപ്പിന്റെ ആപ്പ് ഡൗൺലോഡ് ചെയ്യണമെന്ന് മാത്രം. ബുക്ക് ചെയ്ത് പണമടയ്ക്കുമ്പോഴേ ബന്ധപ്പെട്ട പോസ്റ്റ്മാന് സന്ദേശം ലഭിക്കും. പോസ്റ്റ്മാൻ വീട്ടിലെത്തി തപാൽ ഉരുപ്പടി ശേഖരിക്കും. ഇതുൾപ്പെടെയുള്ള പരിഷ്കാരങ്ങൾ ഉടൻ തപാൽ വകുപ്പിൽ നടപ്പാകും. നിലവിൽ ഉപയോഗിക്കുന്ന TCSന്റെ സോഫ്റ്റ്വെയർ മാറ്റി തപാൽ വകുപ്പ് തന്നെ വികസിപ്പിച്ച സോഫ്റ്റ്വെയർ വരുന്നതോടെയാണ് നടപ്പിലാവുക. രജിസ്ട്രേഡ് തപാൽ ഉരുപ്പടികൾ മേൽവിലാസക്കാരൻ കൈപ്പറ്റിയെന്നതിന്റെ തെളിവായി ഉൾപ്പെടുത്തുന്ന അക്നോളജ്മെന്റ് കാർഡ് പുതിയ പരിഷ്കാരത്തോടെ ഇല്ലാതാകും. പകരം 10 രൂപ വിലയുള്ള പ്രൂഫ് ഓഫ് ഡെലിവറി നടപ്പാക്കും. നിലവിൽ സ്പീഡ് പോസ്റ്റിന് POD ആണ് ഉപയോഗിക്കുന്നത്. ഇതിനിടെ ഒരു മണി ഓർഡർ ഫോമിൽ അയക്കാവുന്ന തുക 5000-ൽ നിന്ന് 10,000-ആയി ഉയർത്തിയിരുന്നു. തപാൽ ഉരുപ്പടികൾ എത്തിയതായുള്ള സന്ദേശം മേൽവിലാസക്കാരനും കൈമാറിയതായുള്ള സന്ദേശം അയച്ചയാൾക്കും കൃത്യമായി കൈമാറാനുള്ള സംവിധാനവുമുണ്ട്. ഇതിനായി 2 പേരുടെയും മൊബൈൽ നമ്പർ ഇനി മുതൽ നിർബന്ധമാക്കും. തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്തില്ലെങ്കിൽ വീട് ഗേറ്റ് അടച്ചിട്ടിരിക്കുന്നു തുടങ്ങിയ കാരണങ്ങൾ കാണിച്ചാൽ അതിന് തെളിവായി മേൽവിലാസക്കാരന്റെ അടഞ്ഞ വീടിന്റെ ഫോട്ടോ ഡെലിവറി സ്റ്റാഫ് അപ്ലോഡ് ചെയ്യണം. കടലാസിൽ ഒപ്പിട്ട് ഉരുപ്പടി കൈപ്പറ്റുന്ന രീതി ഡിജിറ്റൽ സിഗ്നേച്ചർ സംവിധാനത്തിലേക്ക് മാറും. മേൽവിലാസക്കാരൻ ചുമതലപ്പെടുത്തിയ ആളാണ് ഉരുപ്പടി കൈപ്പറ്റുന്നതെങ്കിൽ ആ ആളിന്റെ ഫോട്ടോ എടുക്കുന്ന രീതിയും വൈകാതെ നടപ്പിൽ വരും. ബാർകോഡ് അടിസ്ഥാനമാക്കി സാധാരണ കത്തുകളുടെ സഞ്ചാരപാത കണ്ടെത്തുവാനുള്ള സംവിധാനവും വരുന്നുണ്ട്. സ്പീഡ്, രജിസ്റ്റർ, പാഴ്സൽ, മണി ഓർഡർ തുടങ്ങിയ തപാൽ ഉരുപ്പടികൾ ട്രാക്ക് ചെയ്ത് കണ്ടെത്താനുള്ള സംവിധാനം നിലവിൽ ഇന്ത്യ പോസ്റ്റിന്റെ വെബ്സൈറ്റിലുണ്ട്. ജൂൺ 30-ന് സംസ്ഥാനത്ത് 22 സ്വതന്ത്ര തപാൽ വിതരണ കേന്ദ്രങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. സബ് ഓഫീസുകളിലും ഹെഡ് പോസ്റ്റ് ഓഫീസിലും ബ്രാഞ്ച് ഓഫീസുകളിലും തപാൽ വിതരണം നടത്തുന്ന ജീവനക്കാരെല്ലാം ഒരു സ്ഥലത്ത് കേന്ദ്രീകരിച്ച് അവിടെ നിന്ന് തപാൽ ഉരുപ്പടികൾ വിതരണം ചെയ്യുന്ന രീതിയാണിത്. വരും നാളുകളിൽ പാഴ്സൽ വിതരണത്തിനാണ് ഭാവി എന്നതിനാൽ ആ മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകുന്ന നടപടികളും വരുന്നുണ്ട്. രണ്ടാമത്തെ മാറ്റം, രാജ്യത്തെ എല്ലാ പോസ്റ്റ് ഓഫീസുകളിലും ഓഗസ്റ്റ് 1 മുതൽ ഡിജിറ്റൽ പേയ്മെന്റ് വഴി പണം സ്വീകരിക്കാൻ സൗകര്യമൊരുങ്ങുന്നു. തപാൽ വകുപ്പിന്റെ IT സംവിധാനത്തിൽ പുതിയ ആപ്ലിക്കേഷൻ ഉൾപ്പെടുത്തിയാണ് ഇതിന് വഴിയൊരുക്കിയത്. പോസ്റ്റ് ഓഫീസുകളുടെ ബാങ്ക് അക്കൗണ്ടുകൾ UPI സംവിധാനവുമായി ബന്ധിപ്പിക്കുന്നതിൽ തടസ്സങ്ങൾ ഉണ്ടായതാണ് കൗണ്ടറുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സൗകര്യം കൊണ്ടുവരാൻ വൈകാനിടയാക്കിയത്. ഇത് പരിഹരിക്കാനായി പുതിയ ആപ്ലിക്കേഷൻ IT സംവിധാനത്തിൽ ഉൾപ്പെടുത്തി. ഇനി മുതൽ ഡൈനാമിക് QR കോഡ് വഴി കൗണ്ടറുകളിൽ പണം സ്വീകരിക്കും. 2025 ഓഗസ്റ്റോടെ ഇതെല്ലാ പോസ്റ്റ് ഓഫീസുകളിലും നടപ്പാക്കും. കർണാടക സർക്കിളിൽ മൈസൂരു, ബഗൽകോട്ട് ഹെഡ് ഓഫീസ് പരിധിയിലുള്ള തപാൽ ഓഫീസുകളിലായിരുന്നു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ സംവിധാനം ആദ്യം നടപ്പാക്കിയത്. നേരത്തെ സ്ഥിരം QR കോഡ് ഉപയോഗിച്ച് ഇടപാടുകൾ തുടങ്ങിയിരുന്നെങ്കിലും ആവർത്തിച്ച് സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് പുതിയ സംവിധാനം കൊണ്ടുവരുന്നത്. വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻസ് മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.